എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിത്യവഴുതന വെച്ചിട്ടൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പല വീട്ടുകളിലൊക്കെ ഇതുണ്ടാവും. അപ്പം ഞാനിതേപോലെയാണ് നുറുക്കി വെച്ചിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. വേപ്പിൻ്റെ ഇല ഇട്ട് ഒന്ന് ചൂടായതിന് ശേഷം വലിയ ഉള്ളി ഒരു ഹാഫ് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് വെളുത്തുള്ളി ഒരു 2 ഇല്ലി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് അതിൻ്റെ പച്ചച്ചൊവ ഒന്ന് മാറി കിട്ടട്ടെ. ഇതിൽ ക്യാരറ്റ് ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് ഉപ്പേരിക്ക് അരിഞ്ഞ് വെച്ചൊരു ക്യാരറ്റിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. അതും ഇതിൽ കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത്. നല്ലൊരു അടിപൊളി തോരനാണ്. നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിത്യവഴുതന കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റായിരിക്കും. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച ചെറുതായി കൊത്തി അരിഞ്ഞു വെച്ച നിത്യവഴുതന ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് ആവിയിലിട്ട് വേവിക്കാൻ. വെള്ളം ഒട്ടും തന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ആവിയിൽ കിടന്നിട്ട് നമുക്കിത് എടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നാളികേരം, ഒരു 2-3 പച്ചമുളക്, മുളക് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് 3ഉം കൂടെ ചതച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നാളികേരം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതിൻ്റെ ആവി ഇതിലേക്കൊന്ന് ഇറങ്ങി ചെല്ലട്ടെ. നാളികേരത്തിൻ്റെ ആ ടേസ്റ്റും പച്ചമുളകിൻ്റെ മണമൊക്കെ ഒന്ന് ഇതിൽ കുടിക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റായിരിക്കും. ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ നിത്യവഴുതന ഉപ്പേരി റെഡിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് ധാരാളം മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഒരു പാത്രം ചോറുണ്ണാൻ ഇത് ധാരാളം മതി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫോളോ ചെയ്യൂ.